പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട തുടങ്ങുകയാണ്. നമ്മൾ മെയ് മാസ റാണി എന്ന് പറയും. ഈ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ശക്തി മാധ്യസ്ഥം, അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ഉദ്യമങ്ങളും യാത്രകളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിശ്ചയെ
കർത്താവ് രോഗികൾ ഉപയോഗിക്കുന്ന മരുന്ന് ഘട്ടം ഘട്ടമായി കുറഞ്ഞു കൊണ്ടുവരുവാനും രോഗങ്ങളെ സുഖപ്പെടുത്താനും വേണ്ടി അവർ സമർപ്പിക്കുന്ന കർത്താവെ, കിടപ്പ് രോഗികളായിട്ട് കിടക്കയിൽ കിടന്ന് മനസ്സും അടുത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരെ തളിക്കപ്പെടുകയും പ്രാർത്ഥനയുടെ ശക്തിയാൽ അത് അത്ഭുതകരമായി സുഖപ്പെടുകയും ആ ജീവിതത്തിലോട്ട് ഇറങ്ങി വരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നിശ്ചയെ. കർത്താവ് മക്കളെ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ സങ്കടപ്പെടാൻ ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു, അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത കൈവരിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുദിന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ജീവിക്കുന്നവരെ, സാമ്പത്തികമായ ക്ലേശങ്ങൾ വലയുന്നവർ, തൊഴിൽപരമായ നഷ്ടത്താലും തൊഴിൽപരമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദിവസത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് വിദേശ നാടുകളിൽ താമസിക്കുന്ന മക്കൾ വിസ, അതുപോലെ തന്നെ PR ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സാങ്കേതികവും ആ രാജ്യത്തെ നിയമപരമായുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സങ്കടങ്ങളും വ്യാകുലങ്ങളിൽ നിന്നും അവർ മോചനം പ്രാപിക്കാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ വഴിയാത്രകളെയും യാത്ര ലക്ഷ്യങ്ങളെയും അതിൻ്റെ നിവർത്തിയെയും പരിശുദ്ധ ദേവമാതാവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നീ തിരികെ വരുമ്പോൾ നീ പോകുന്ന എല്ലാ ഉദ്യമങ്ങൾക്കും ആശ്വാസമായ മറുപടി നിനക്ക് നിൻ്റെ കടപ്പെട്ടവരോട് പറയാനുണ്ടാകുന്ന രീതിയിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കഴിവിനാൽ അല്ലാതെ നടക്കുന്ന, നിൻ്റെ കഴിവ് കൊണ്ട് നടക്കാത്ത അനേകം കാര്യങ്ങളുണ്ട്. അതെല്ലാം മെരിറ്റ് കൊണ്ടല്ലാതെ ഗ്രേസ് കൊണ്ടും കൃപ കൊണ്ടും നടക്കാൻ കർത്താവിൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കൃപ ധരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടകമ്പോളങ്ങൾ നടത്തുന്നവർ, അതുപോലെ ഏജൻസികൾ നടത്തുന്നവർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ആ സ്ഥാപന സംബന്ധമായ കുട്ടികളില്ലാത്ത അവസ്ഥകൾ, കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഡിവിഷൻ ഫാൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് എന്തിലെല്ലാം വേണ്ടിയാണോ ജനങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ആ മേഖലയെല്ലാം ദൈവത്തിൻ്റെ കരുണയും ശക്തിയും കർത്താവിൻ്റെ കൃപയും സമർപ്പിച്ച് കർത്താവ് തൊഴിൽ അരിമേടിക്കുന്ന മാർഗ്ഗങ്ങൾ മുട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ വിസ, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, പരീക്ഷ, യോഗ്യതാ പരീക്ഷ, മത്സര പരീക്ഷ എന്നിവയിൽ പങ്കെടുക്കുന്നവരും അതുപോലെ പങ്കെടുത്തതിന് ശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരും പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥനേക്ക് അനുകൂലമായ റിസൾട്ട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നീ ഇടപെടുന്ന നിൻ്റെ സംസാരങ്ങൾ, അതുപോലെ തന്നെ നിൻ്റെ എല്ലാ ജോലികളും, നിൻ്റെ ഇടപെടലുകൾ, നിൻ്റെ സംസർഗങ്ങൾ, അതുപോലെ തന്നെ നിൻ്റെ കയ്യൊപ്പുകൾ, നിൻ്റെ എഴുത്തുകുത്തുകൾ, നിൻ്റെ മെസ്സേജുകൾ എല്ലാം കർത്താവ് ആശീർവദിക്കുകയും നിനക്ക് അനുകൂലമാക്കി തീർക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധ സർവ്വീശ്വരൻ നീക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് 2 ബേസ്മെൻറ്റിലാണ് പലപ്പോഴും. ഒന്ന്, നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിറവേറ്റിത്തരും. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. അതായത് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നെന്താണ്, നമ്മൾ ദൈവം എന്താ പറഞ്ഞ മോശയോട്, മോശയുടെ പ്രാർത്ഥന കേൾക്കാൻ കാരണം എന്താണ്? നീ പറഞ്ഞ ഈ കാര്യം, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിറവേറ്റിത്തരാം. ഇത് ഉടമ്പടിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പം അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കണത് എന്താണ്? നമ്മൾ പറയണ പോലെ ദൈവം ചെയ്യുന്നതാണ് ഈ പുറപ്പാട് 33:17 അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പറയേണ്ട ആളിന് കുറച്ച് വെയിറ്റ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് കുറച്ച് ക്ലെയിംസ് ഉണ്ടാകണം ദൈവ തിരുസന്നിധിയിൽ. അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കേവലം മനുഷ്യൻ അല്ല വിശ്വാസി എന്നതിനേക്കാൾ ഉപരി ദൈവം വിശ്വാസിക്ക് അതൊരു സ്റ്റാറ്റസാണ്. പക്ഷെ വളരെ നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ വിശ്വാസിയായിരിക്കും എന്നല്ല പറഞ്ഞത്. എന്താ കാര്യം? സാക്ഷികളായിരിക്കും. അതാണ് പ്രശ്നം. അത് സ്റ്റാറ്റസാണ്.
ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഭൂമിയുടെ അതിർത്തികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളോർക്ക് അന്നത്തെ ഭൂമിയിൽ അമേരിക്കയിലല്ലോ, തെക്കേ അമേരിക്കയിൽ, ഓസ്ട്രേലിയയിലോ ഒന്നുമില്ല അന്നത്തെ ഭൂമിയിൽ, അറിയത്തില്ല. അപ്പോൾ ഭൂമിയെന്ന് ബൈബിളൊക്കെ പറയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് എത്തണ സ്ഥലമില്ലേ, എവിടെയാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത്, ജീവിതയാത്ര അവസാനിക്കുന്നത്, അവിടെ വെച്ച് നമ്മുടെ ഭൂമി തീരുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയാണ് നമ്മൾ സാക്ഷികളാകേണ്ടത്. അതിൻ്റെ അടുത്ത് വെച്ചാൽ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. പല ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഭയങ്കരമായ സാക്ഷ്യത്തിന് ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ദൈവികമായ കൃപയും എന്തെങ്കിലും കാര്യമൊക്കെ നടന്നു കഴിയുമ്പോൾ പെട്ടെന്നൊരു ഉത്സാഹവും ഒരു ഓടിപ്പിടുത്തവും ഒരു ഉത്രാടപ്പാച്ചിലും ഒക്കെ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ധൃതിയൊക്കെ കാണും ആധ്യാത്മിക കാര്യങ്ങൾക്ക്. കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടുപോകും. അപ്പോൾ അത് ജെനുവിനല്ല ശരിക്കും പറഞ്ഞാൽ. അത് ആ വസ്തു അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിഷയാധിഷ്ഠാനമായിട്ടുള്ള തൽക്കാലത്തേക്കുള്ളൊരു ആവേശമാണ് ശരിക്കും. അപ്പോൾ അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം എന്ന് പറയുന്നത് താൽക്കാലിക ആവശ്യങ്ങൾക്ക് ആധ്യാത്മികതയിൽ വലിയ പ്രസക്തിയില്ല. കാര്യം അത് വലിയ ആവശ്യം കാണിച്ചില്ലെങ്കിലും സ്ഥായിയായൊരു നിലനിൽപ്പ് ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകുന്നതാണ് ശരിക്കും കരുത്തുള്ള സാക്ഷ്യം. അത് വിശ്വാസമല്ല, സാക്ഷ്യമാണ്. ഓരോരോ ഇൻസിഡൻറ്റും എന്തിനുള്ളതാണ്? സാക്ഷ്യത്തിനുള്ളതാണ് ഇൻസിഡൻ്റ് ആവുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മളുടെ ക്ലെയിമും കലിബറും വർദ്ധിക്കും. നമ്മുടെ പേര് കേട്ടാൽ മതി. ദൈവം ഇപ്പം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഇപ്പം നമ്മൾ അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ എന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 4:30 വായിച്ചേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തെ ഹോണർ ചെയ്യുന്ന ജീവിതം ജീവിക്കുന്ന എല്ലാവരിലൂടെയും ദൈവം അടയാളങ്ങൾ കാണിക്കും. അതിനകത്ത് രോഗശാന്തിയുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചില വന്ന ബുദ്ധികൾ പറയും ഇനിയിപ്പോൾ ആശുപത്രി ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെയല്ല. എന്നുവെച്ചാൽ കർത്താവിൻ്റെ അടയാളം കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം യേശുക്രിസ്തുവിലൂടെ ജനങ്ങൾ അടയാളം കണ്ട് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നതിനാണ്. വിശ്വസിച്ച് എന്തിനാണ് ചെയ്യേണ്ടത്? വിശ്വസിക്കുന്നത് എന്തിനാണ്? രക്ഷ പ്രാപിക്കാനാണ്. യോഹന്നാൻ സുവിശേഷം 20:31. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ്, രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രക്ഷയെക്കുറിച്ചാണ് ഇപ്പോഴും പലരും മൗനം പാലിക്കുന്നത്. നമ്മൾ കരുണയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും. കാര്യം അത് ജനങ്ങളുടെ ഇടയിലെല്ലാം അപ്ലോസ് കിട്ടും. പക്ഷേ യേശുവിൻ്റെ നിത്യരക്ഷയെക്കുറിച്ച് നമ്മൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും, പറയത്തില്ല. കാര്യം അത് അപ്ലോസ് കിട്ടത്തില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആസ്തി വർദ്ധിപ്പിക്കുന്നതും യേശുക്രിസ്തുവിനെ കൈമാറുന്നതിലൂടെയാണ്. നമ്മൾ കൈമാറിയില്ലെങ്കിൽ വേറെ ആരും ഈ കാലഘട്ടത്തിൽ കൈമാറാനില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുള്ള ബോധം നിനക്കുണ്ടാവണം. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരുന്നത് ചാവറയച്ചൻ്റെ പുസ്തകങ്ങളാണ്. ചാവറയച്ചൻ്റെ നാളാഗമങ്ങൾ, ചാവറയച്ചൻ്റെ സമ്പൂർണ്ണ കൃതികൾ, ചാവറയച്ചൻ്റെ കത്തുകൾ, ഇതൊക്കെയാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ചാവറയച്ചൻ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധൻ നിനക്കുള്ളവരി ഒരു ദൈവദാസനാണ്. നമ്മുടെ ഇവിടുത്തെ ഈ ശ്രേണികളിൽ ചിലപ്പോൾ ദൈവദാസൻ ആദ്യത്തെ പടിയും പിന്നെയാണ് വിശുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ബേസിക്കായിട്ട് ഏറ്റവും വലിയ സ്റ്റാറ്റസ് എന്താണ്? ഒരു സുവിശേഷക്കാരന് കിട്ടേണ്ട ഏറ്റവും വലിയ സ്റ്റാറ്റസ് അവൻ ദൈവദാസനാണ്.
സകലദാസനെ പോലെ ലഹരിയായി. ഇപ്പോൾ റോക്കോസ്റ്റൊക്കെ വരുന്ന കാലത്ത് ഓരോ പള്ളികളിലും പോവുകയും ജനങ്ങളെ അത് ഇപ്പോൾ റോമിലേക്കൊക്കെ എഴുതുന്നത് എന്ത് സങ്കടത്തോടെയാണെന്നറിയാമോ? വേദന കൊണ്ട മനസ്സോടെ എഴുതുകയാണ്. ഒരു ആൾ സഭയിൽ നഷ്ടപ്പെട്ട അത്രയും വേദനാജനകമായിട്ട് ആ ആളിനെ വേണ്ടി ആ പള്ളിയിൽ പോവുക, പല പ്രാവശ്യം പോവുക, സങ്കടപ്പെടുക, നിരന്തരം പ്രാർത്ഥിക്കുക, എഴുതുക, പരിശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ഭയങ്കരമായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയൊരു വിശുദ്ധനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിശുദ്ധൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഹി വാസ് എ സെർവൻറ്റ്, ആക്ച്വൽ സെർവൻറ്റ്. സഭയുടെ ആത്മാക്കളെക്കുറിച്ചുള്ള വേദനകളും അതുപോലെ തന്നെ സത്യസഭയിൽ നിന്നൊരു വ്യക്തി സിസ്മയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഉൾനൊമ്പരങ്ങളും മറ്റുള്ളവർ രക്ഷ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹങ്ങളും എല്ലാം കൂടിയാണ് ഒരു അപ്പോസ്റ്റൽ എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും ആകത്തുകയാണ് അപ്പോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോസ്റ്റൽ ബേസിക്കായിട്ട് ദൈവദാസനാണ് ശരിക്കും. ദൈവത്തിൽ അതിനൊരു പൗരോഹിത്യം ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ പൗരോഹിത്യം ഉണ്ടായ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഒരു രോഗിക്ക് നമ്മൾ ബോധം കെട്ട് വീഴുമ്പോൾ നമ്മൾ CPR കൊടുക്കത്തില്ലേ? അപ്പോൾ ആർക്കും അത് കൊടുക്കാം, പക്ഷേ ആൾക്കാർ രക്ഷപ്പെടും. പക്ഷേ ഒരു നേഴ്സോ ഒരു ഡോക്ടറോ ആണെങ്കിൽ കുറച്ചുകൂടി സ്കിൽഫുള്ളാണ്. അതുപോലെ ക്രിസ്തുവിന് ആർക്കും കൊടുക്കാം, പക്ഷേ ഒരു സിസ്റ്ററോ അതുപോലെ ഒരു വൈദികനോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സ്കിൽഫുള്ളാണ് കാര്യങ്ങൾ. കാര്യം അവർ കമ്മിറ്റഡാണ് ഈ വിഷയത്തിന്. അവർക്ക് വേറെ ഒരു പിൻപിടുത്തമൊന്നുമില്ല. വീട്ടുകാരെ നാട്ടുകാരെ പിടിച്ചു വരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അവർ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരെ പിൻപിടുത്തമില്ലാതിരിക്കാൻ കാരണം തന്നെ വൈദിക ബ്രഹ്മചര്യത്തിന്, സിസ്റ്റർമാരുടെ സന്യാസ വ്രതത്തിന്, വെജിനിറ്റിക്കും ഒക്കെ ശാസ്ത്രത്തിനും എല്ലാം കാരണം എന്താ? പിൻപിടുത്തങ്ങളില്ലാതെ കർത്താവിനെ പ്രഘോഷിക്കാനുള്ള അവസരം, ജ്വലിപ്പ് നിലനിൽക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് വൈദിക സന്യാസിതരും അതുപോലെ അന്മേനികളും എപ്പോഴും ചെയ്യണം, ദൈവത്തിന് തന്നെ നിങ്ങളുടെ പേര് കേട്ടാൽ മോസസിനോട് പറയണ പോലെ പറയണം, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. കാര്യം എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. സ്ഥലമില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ വലിയ സമ്മാനങ്ങൾ കിട്ടും അമ്മയുടെ കീർന്ന്. ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഈ ബുദ്ധിമുട്ടൊക്കെ അമ്മ കാണുന്നുണ്ട്. നമുക്ക് അമ്മയോടുള്ള സ്നേഹം അമ്മ കാണുക. നിങ്ങളെ ബോധ്യം എന്തോരം ആഴമാണോ അത്രയും തന്നെ നിങ്ങൾക്ക് അനുഭവം കിട്ടും. ഇവിടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഈ വേദിയിൽ ഇന്ത്യൻ പ്രസിഡൻ്റാണ്, ഇല്ല പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഇതുപോലെ സംസാരിക്കുമോ? അങ്ങ് ശ്രദ്ധിക്കില്ലേ? അതിനേക്കാളും വലിയ ദൈവമല്ലേ? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. കുറച്ച് നേരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണെന്നാ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഞങ്ങൾ ഒരു മാസം, ഈ കഴിഞ്ഞ 2-ാം ചൊവ്വാഴ്ച തൊട്ട് ഇന്ന് വരെ ദിവസവും മുട്ടിപ്പേ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ മധ്യസ്ഥ ഗ്രൂപ്പും അവരും പ്രാർത്ഥിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ ശുശ്രൂഷയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരെ ഞാൻ സമർപ്പിക്കാറുണ്ട്. ഞാൻ പറയണത് എന്താണെന്നൊന്നുമില്ല ഞാൻ സമർപ്പിക്കുന്ന, കേൾക്കുന്ന നിങ്ങളെ ഞാൻ സമർപ്പിക്കാം. അപ്പോൾ നല്ല ബോധ്യത്തിൽ കുറച്ച് നേരം ഇച്ചിരി ശ്രദ്ധിച്ച് കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. പിശാചിൻ്റെ സൂത്രം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് കേൾപ്പിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള വചനം കിട്ടുമ്പോഴത്തേക്ക് അപ്പോൾ
നിങ്ങൾക്ക് വിശ്വാസം വളർന്ന എന്തെങ്കിലും കാര്യം കിട്ടുമ്പോൾ അപ്പം മാറ്റിക്കളയും, ശ്രദ്ധ മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കയ്യിലുള്ളത് എത്ര പെട്ടെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത്. ആ ഒരു ബോധ്യം കിട്ടണം നിങ്ങൾക്ക്. അത് ഞാൻ പ്രാർത്ഥിക്കുക. ഞാനിത് സംസാരിച്ച് കഴിയുമ്പോൾ ഈ സാക്ഷ്യവും എൻ്റെ അനുഭവവും മെസ്സേജും എല്ലാം കൂടി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ബോധ്യമാണ്. എന്തോരം നമുക്ക് ബോധ്യമുണ്ടോ, അമ്മയെക്കുറിച്ചൊരു ബോധ്യമുണ്ടോ, ഈശോനെക്കുറിച്ചൊരു ബോധ്യമുണ്ടോ, അത്രയും പെട്ടെന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും, നമുക്ക് അനുഭവം കിട്ടും. ആദ്യം ഒരു ബോധ്യം വേണ്ടിയത് നിങ്ങളെ പ്രശ്നമൊക്കെ ചെറുതാണ്, നിങ്ങളെ ആവശ്യങ്ങൾ ചെറുതാണ്. നിങ്ങളെ ആവശ്യത്തിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനേക്കാൾ എത്രയോ കൂടുതൽ ദൈവത്തിൻ്റെ കയ്യിൽ, അമ്മയുടെ കയ്യിലുണ്ട്. അത് യുക്തിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നമ്മളെ ബുദ്ധി കൊണ്ടൊന്നും അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ഇതെങ്ങനെ കിട്ടും, എങ്ങനെയാണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് പല അനുഭവത്തിൽ നിന്ന്, നിങ്ങളുടെ തന്നെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും. അതുപോലെ ഇപ്പോൾ ഞാൻ പറയുന്ന ചില അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ശ്രദ്ധാപൂർവം കേൾക്കുക. അതെന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മളെ പല ആവശ്യമുണ്ടാവും. ബോധ്യമില്ലെങ്കിൽ, ദൈവത്തെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ അത് സങ്കടമായിട്ട് മാറും, പ്രത്യാശ ഉണ്ടാകില്ല. നമുക്കുള്ള കുറവായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും. നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ കിട്ടാനാ, കിട്ടുക കിട്ടില്ലേ, ഇല്ലേ നടക്കുക നടക്കില്ലേ, അതിൻ്റെ കാര്യമില്ല. അത് നിങ്ങൾക്ക് എന്തോരം വിശ്വാസമുണ്ടോ, എന്തോരം ബോധ്യമുണ്ടോ, എൻ്റെ അമ്മയെ കൊണ്ട് സാധിക്കും, എൻ്റെ പ്രശ്നത്തിൻ്റെ അപ്പുറം എല്ലാ കാര്യവും എൻ്റെ അമ്മയുടെ കയ്യിലുണ്ട്. എനിക്ക് ഈ അമ്മയെ തന്ന ഈശോ ആണെങ്കിൽ ഈശോ അമ്മയുടെ കയ്യിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഈശോൻ്റെ വാക്ക് വിശ്വസിച്ചവരിക്കും. ഇതാ നിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ അതുവരെ ഈശോയുടെ അമ്മയായിരുന്ന അമ്മ നമ്മുടെ എല്ലാം അമ്മയായി തീർന്ന് ഈശോയുടെ വചനത്തിൽ വിശ്വസിക്കണം. ഈശോ കുരിശിലിരുന്ന് അവസാനം ചെയ്ത അടയാളം, വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയെ ഈ ലോകത്തിൻ്റെ അമ്മയായിട്ട് മാറ്റുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ അമ്മയായിട്ട് കൊടുക്കുമ്പോൾ ഈ ലോകത്തിന് ആവശ്യമുള്ളതെല്ലാം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഈശോ അമ്മയെ ലോകത്തിൻ്റെ അമ്മയായിട്ട് മാറ്റുന്നത്. പല അനുഭവങ്ങൾ എനിക്കുണ്ട്. ഒരു അനുഭവം പറയണമെങ്കിൽ, ഇവിടെ ജപമാല റാലി പോലെ 2015 തൊട്ട് ജോസഫ് അച്ഛൻ അവിടെ കോയമ്പത്തൂർ ജപമാല റാലി നടത്താൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ട്, ഞാൻ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ അവിടെയും നടത്താൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വലിയ അത്ഭുതങ്ങളാണ്, വലിയ കാര്യങ്ങളാണ്, വലിയ അനുഭവങ്ങളാണ് അവിടെ കിട്ടുന്നത്. കഴിഞ്ഞ കൊല്ലം, ആദ്യത്തെ കൊല്ലം ആദ്യം 2015, പിന്നെ 16, അതെവിടെ നിർമ്മല കോളേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുത്തെ സിസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്, സെൽവൻ സിസ്റ്റർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആ സിസ്റ്ററെ സഹായിച്ചത്. അവിടെ ഇരുന്ന് സെൻറ്റ് ആന്നീസ് ചർച്ച് ഉണ്ട്, ഞങ്ങളുടെ ഇടവകയാണ്, അവിടെ വരെ കൊണ്ടുപോകും. അവിടെ വേറെ ആരുമില്ല, അച്ഛന്മാരാരുമില്ല, വേറെ ആരുടെയും സപ്പോർട്ടില്ല. ഞാനും പിന്നെ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഒരു 10 പേരുണ്ട്. ഇപ്പോൾ പാടിയിലെ ക്ലമൻ്റ്, ഞങ്ങൾ എല്ലാവരും കൂടി അറേഞ്ച് ചെയ്യുന്നത്. വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾ 40 പേര് പ്രതീക്ഷ പോയത്. ആദ്യത്തെ കൊല്ലം
അത് ബിഷപ്പിനോട് പെർമിഷൻ ചോദിക്കാനാണ് പോയത്. അവിടെ ഒന്നും തരില്ല, സെൻസിറ്റീവ് ഏരിയ. പക്ഷേ ബിഷപ്പ് തന്നെ അത് പെർമിഷൻ തന്ന് ബിഷപ്പ് തന്നെ വന്ന് അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ ഇടയായി. അതെല്ലാം കൊന്ത വഴിയാണ്, ജപമാല ചൊല്ലിയിട്ടാണ്. ബിഷപ്പ് ഹൗസിൻ്റെ പുറത്ത് പോയി നിന്നിട്ട് പെർമിഷൻ ചോദിക്കാൻ പോയ എന്നെ പെർമിഷൻ തരില്ലെന്ന് ആദ്യം അവിടുത്തെ അച്ഛന്മാർ പറഞ്ഞ്, പുറത്ത് നിന്നുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ബിഷപ്പ് തന്നെ അമ്മമാതാവ് ബിഷപ്പിനെ പുറത്ത് കൊണ്ടുവന്ന് എന്നെ നോക്കാനിടയായി. എന്നിട്ട് എന്നോട് വന്ന് കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ കുറേ CSIയും അമ്മയെ അറിയാത്തവരാണ് കുറേ പേരുള്ളത്. എനിക്ക് അമ്മയെ അറിയിക്കണം. അപ്പോൾ എത്ര പേരുണ്ടാവും എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ 19 പേരുണ്ടാവുന്നു. പക്ഷേ അത് കൂടിക്കഴിഞ്ഞപ്പോൾ 1800 പേരാണ് അതിൽ കൂടിയത് 3 ദിവസം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ അമ്മയുടെ അനുഭവമാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ കൊല്ലവും കൂടി അവിടെ വലിയ പ്രശ്നമാണ്. പോലീസ് പെർമിഷനൊക്കെ വാങ്ങിക്കാൻ വലിയ പ്രശ്നമാണ്. ഇത് ഞാൻ കുറേ അനുഭവം പറഞ്ഞിട്ടില്ല. അപ്പോൾ 3ാമത്തെ കൊല്ലം തൊട്ട് ഞാൻ വിചാരിച്ച് സെൻറ്റ് ആൻറ്റണീസ് ചർച്ച് വേണ്ട, കോളേജിൻ്റെ തന്നെ ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാണ്, അവിടെ തന്നെ റാലി നടത്താമെന്ന് പറഞ്ഞ് അവിടെ ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം അങ്ങനെയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പോലീസ് പെർമിഷനൊക്കെ വാങ്ങിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. റോട്ടിൽ കൂടി പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ട്. ആരും വലിയ പ്രശ്നമാണ്. കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ കോടതി അടുത്താണ്, കമ്മീഷൻ ഓഫീസ് സെൻസിറ്റീവ് ഏരിയ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം റാലി നടത്തിയെല്ലാം കഴിഞ്ഞ് തുടങ്ങി അതിൻ്റെ ഏർപ്പാടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തലേദിവസമാണ് ഓർമ്മ പിന്നെ ഞാൻ എല്ലാവർക്കും അവിടെ 10,000 ജപമാല കൊടുക്കും. 1000 പേര് കൂടുതൽ വരും. എല്ലാവർക്കും കൊന്ത കൊടുക്കും. അവിടെ പ്രാർത്ഥനയ്ക്ക് വെച്ച് ഞങ്ങളെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വെച്ചിട്ട് അവിടെ അഖണ്ഡ ജപമാല നടത്തി കഴിഞ്ഞ് അത് റാലിക്ക് വരുമ്പോൾ അവിടെ വെച്ചിട്ട് കൊന്ത കൊടുക്കും. തലേദിവസം ആ ഓർമ്മ തന്നെ കൊന്ത വാങ്ങിച്ചിട്ടില്ലെന്ന്. ബാക്കിയെല്ലാം പ്ലക്കാർഡ് അതെല്ലാം അറേഞ്ച് ചെയ്ത്, ഫ്ലെക്സ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത്, കുറേ കാര്യങ്ങൾ നോട്ടീസ് അടിച്ച് എല്ലാം ചെയ്ത് തലേദിവസം കാലത്താണ് ഓർമ്മ പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കൊന്ത വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ കൊന്ത വാങ്ങിക്കണമെങ്കിൽ അവിടെ അത്രയും ബൾക്ക് 10,000-2000 എങ്ങനെ കരുതി വെക്കണം. അത്രയും കൊന്ത ഒരുമിച്ച് ആ സമയത്ത് എവിടെ പോയി വാങ്ങിക്കും? കോയമ്പത്തൂറാണ്. അന്നത്തെ ദിവസം എവിടെയും പുറത്തു പോകാൻ പറ്റില്ല, അറേഞ്ച് ചെയ്യാനും പറ്റില്ല. അവിടെ എവിടെയെങ്കിലും പള്ളിയിലോ എവിടെയെങ്കിലും പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 കൊന്ത അല്ലെങ്കിൽ ഒരു 50 എണ്ണം സംഘടിപ്പിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമുക്ക് ബുദ്ധിയിൽ കിട്ടാത്ത കാര്യമാണെങ്കിൽ നമുക്ക് തോന്നും ഇതെങ്ങനെ സാധിക്കും, അതിന് ഒരു ഉത്തരവും നമുക്ക് കിട്ടാത്തതാണെങ്കിൽ നമുക്ക് പലപ്പോഴും തോന്നും ഇതൊക്കെ അസാധ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കില്ല. ആദ്യം പിശാച് എന്ത് തോന്നിപ്പിക്കുമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തോന്നിപ്പിക്കുക ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ഇതെങ്ങനെ നടക്കാനാ? ആദ്യം പിശാച് എന്ത് തോന്നിപ്പിക്കുമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കേണ്ട. പിന്നെ എന്തിനാ സമയം കളയണ? വേറെ ഏതെങ്കിലും കാര്യത്തിന് പ്രാർത്ഥിച്ചാൽ പോരെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തന്നെ ബുദ്ധിയിൽ ആലോചിക്കും. നമുക്കൊരു 50 ലക്ഷമാണ് ആവശ്യം, ഒരു കടം തീർക്കാനോ എന്തെങ്കിലും. ആദ്യം നമുക്ക് തോന്നിപ്പിക്കുന്നത് ഇതൊന്നും പൈസ ഒന്നും കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആ സമയം കൊണ്ട് ചെറിയ കാര്യം എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ 50 ലക്ഷത്തിൻ്റെ കാര്യം പ്രാർത്ഥിക്കില്ല. വലിയ അത്യാവശ്യമുള്ള വല്ല പരീക്ഷ ചോദിച്ചു പിന്നെ ഒരു 10,000-25,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് പിന്നെയും കിട്ടും, ആരെങ്കിലും ചോദിച്ചാൽ തരും. നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തും. ദൈവത്തിന് ഉത്തരം നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും. ദൈവമേ, ഞാൻ ഇയാളോട് പൈസ ചോദിക്കാൻ പോവുകയാണ്, അത് മുതലൊന്നുമില്ല, പലിശയാണ് ചോദിക്കാൻ പോണം, അത് തന്നാൽ മതി കേട്ടാ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണം. നമ്മളെ ബുദ്ധിയുണ്ട്. പലവരും കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ദൈവത്തിന് കാര്യം പറഞ്ഞു കൊടുക്കും. എൻ്റെ സ്ഥലം വിൽക്കാതെ കിടപ്പുണ്ട്, ചെക്കനെ വേണമെന്നൊന്നുമില്ല പ്രാർത്ഥിക്കുന്ന, നല്ലൊരു ചെറുക്കനെ കിട്ടണം, നല്ല കല്യാണം നടത്തി തന്നെയാണെന്നൊന്നുമില്ല പ്രാർത്ഥിക്കുന്നത് എൻ്റെ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ മോളുടെ കല്യാണം നടത്തണേ. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ദൈവത്തോട് തന്നെ പറഞ്ഞു കൊടുക്കുക, സ്ഥലം വിറ്റില്ലെങ്കിൽ നിനക്ക് പോലും സാധിക്കില്ല എൻ്റെ മകളുടെ കല്യാണം നടത്താൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പലവരും ഇങ്ങനെ കൗൺസിലിങ്ങിന് വന്നിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ബ്രദറെ, സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം, മധ്യസ്ഥ പ്രാർത്ഥിക്കണമെന്ന്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകളുടെ കല്യാണം നടത്താനാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും, സ്ഥലം വിറ്റാൽ മാത്രമേ ദൈവത്തിന് സാധിക്കുമോ കല്യാണം നടത്തി തരാൻ? സ്ഥലം വിറ്റാലും വിറ്റില്ലെങ്കിലും ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ കല്യാണം ഭംഗിയായിട്ട് നടത്തി തരും. അങ്ങനെ പല കല്യാണങ്ങൾ ദൈവം അവിടെ നടത്തി കൊടുത്തിട്ടുണ്ട്. 10 പൈസ ഇല്ലാതെ, പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് പലരും സാക്ഷിയെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബോധ്യം ഉണ്ടാകണം, എൻ്റെ അമ്മയുടെ കയ്യിലെല്ലാം ഉണ്ട്, കൊന്ത എടുക്കാൻ പഠിക്കണം. അപ്പോൾ അവിടെ കൊന്ത ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. എൻ്റെ കൊന്ത എടുത്തിട്ട് 10,000 പേര് കൂടുതൽ വരും, അവർക്കെല്ലാം കൊന്ത കൊടുക്കണം. ഞാൻ അന്ന് കാലത്ത് ഇരുന്ന് കൊന്ത ചൊല്ലിയ ഇതൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതാ, പക്ഷേ വിശ്വസിക്കുന്നവർക്കൊക്കെ വിശ്വാസം സമ്മാനമായിട്ട് കിട്ടും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഉണ്ട്, ഇന്ന് മധ്യസ്ഥ വന്നവർക്കൊക്കെ അവർക്ക് അറിയാം. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് എല്ലാ കൊല്ലവും കൊന്ത കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കൊല്ലവും പ്രതീക്ഷ വരും, എവിടെ നിന്ന് കൊടുക്കാനാ അമ്മ, നിൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോയി. അടുത്ത ദിവസമാണ് റാലി. ഞാൻ വൈകുന്നേരം എൻ്റെ ഹോട്ടലിൽ എൻ്റെ ക്യാബിനിൽ എൻ്റെ റൂമിൽ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ മാതാവിൻ്റെ രൂപമുണ്ട്, അത് വെച്ച് മാതാവിൻ്റെ രൂപം വെച്ചാൽ ഞങ്ങൾ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്നത്. ഞാൻ വൈകുന്നേരം വരുമ്പോൾ എൻ്റെ ക്യാബിൻ്റെ അകത്ത്, ഇത് വേറെ ആയിരിക്കും അറിയില്ല, ഈ കൊന്തയില്ലെന്നുള്ളത് എൻ്റെ മധ്യസ്ഥ ഗ്രൂപ്പ് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കും അമ്മയ്ക്കും മാത്രം അറിയാം. വൈകുന്നേരം വരുമ്പോൾ 3 ബാഗ്, വലിയ ബാഗ് അവിടെ ഇരിക്കുക, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ തുറന്ന് നോക്കുമ്പോൾ കുറേ കൊന്ത 3 ബാഗിൽ നിറഞ്ഞിരിക്കുക, ഒരു 10,000-2,000 കൊന്ത അവിടെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. റിസപ്ഷനിൽ ഞാൻ ചോദിച്ചപ്പോൾ ഇത് ആരും കൊണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തർ പറയുക, എൻ്റെ റൂം ക്യാബിൻ തുറന്ന് കൊണ്ടുവന്ന് വെച്ചത് നീ വെച്ചാൽ ഞാൻ വെച്ചതെന്ന് അവർക്കൊന്നും അറിയില്ല, ആരോ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവ് വെപ്പിച്ചതാണ് അവിടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറയുന്നത്, ചെറിയ കാര്യമാണെങ്കിലും വലുതാണെങ്കിലും അമ്മയ്ക്ക് ഒരുപോലെയാണ്. നിങ്ങളെ ബോധ്യം എന്തോരം ഉണ്ടോ അമ്മയ്ക്ക് അതുപോലെ പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ബോധ്യത്തിൻ്റെ ആഴം പോലെ ആയിരിക്കും നിങ്ങളെ അനുഭവം. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കേൾക്കുമ്പോഴും, ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ന് 3 മണി വരെ എങ്ങനെയും ഇന്ന് ഉടമ്പടി ധ്യാനം കൂടി അല്ല ഉടമ്പടി എടുത്ത് നമുക്ക് പോകാം, അതില്ല. അമ്മ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന അമ്മയുടെ ബോധ്യം തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ അമ്മ നമ്മളോട് സംസാരിക്കുമെന്ന് വെച്ചാൽ അമ്മയോട് സംസാരിക്കണം. ഈ പ്രാവശ്യത്തെ ഞങ്ങളെ റാലി 31-ാം തീയതി ആയിരുന്നു, ഒക്ടോബർ 31. അത് ഒരു 3 ആഴ്ച മുമ്പ് വലിയ ടെൻഷനാണ്. റാലിയൊക്കെ നടത്താമെന്ന് വെച്ചാൽ വലിയ ടെൻഷനാണ്. പള്ളിയിൽ നിന്ന് സപ്പോർട്ടൊന്നുമില്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ പ്രശ്നങ്ങളാണ്. ആ ദിവസങ്ങളൊക്കെ കോയമ്പത്തൂർ നല്ല മഴയാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അന്ധവിശ്വാസം കുറച്ച് കൂടുതലാണ് അവിടെ ആൾക്കാർക്ക്. അപ്പോൾ ഇതൊക്കെ നോക്കി നിൽക്കും ഇങ്ങനെ. എന്നാൽ വിശ്വാസം അതുപോലെ തന്നെ വിശ്വാസം കൂടുതലാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മഴ നിൽക്കില്ലേ എന്നൊക്കെയാണ് ചോദിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ അപ്പം മഴ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചാൽ മഴ നിൽക്കുക എന്ന് ചോദിച്ചാൽ നിൽക്കണമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അത് ദൈവത്തിൻ്റെ തിരുമനസ്സാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ പിന്നെ എന്നൊക്കെ ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലെ വലിയ പ്രശ്നമാണ്. അവിടെ റാലി നടത്തി കഴിഞ്ഞാൽ അന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ പകുതി പേര് അടുത്ത പ്രാവശ്യം വരില്ല. ഇതൊക്കെ തട്ടിപ്പാ, ഇതൊക്കെയാണ് പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തിനാ റിസ്ക് എടുക്കണമെന്ന് വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബുധനാഴ്ചയാണ് മധ്യസ്ഥ പ്രാർത്ഥന. എൻ്റെ റൂമിലാണ്.
10-12 പേരുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ച്, ഞാൻ വെറുതെ ഇങ്ങനെ മനസ്സിൽ തോന്നിയതാണ്, ഈ പ്രാവശ്യം നിർമ്മല കോളേജിൽ ഇരുന്ന് സെൻറ്റ് ആൻറ്റണീസ് ചർച്ച് വരെ തന്നെ പോകാം, 2 കിലോമീറ്റർ ഉണ്ട്, അവിടെ തന്നെ പോകാം, പുറത്തേക്ക് റാലി കൊണ്ടുപോകാമെന്ന് അതിനെ ഞാൻ കൂട്ടത്തിൽ ചോദിച്ചപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പുറത്തേക്ക് തന്നെ പോകാം. അപ്പോൾ എനിക്ക് ടെൻഷനാണ്, ഇവർ വേണ്ടെന്ന് പറയും, പറഞ്ഞെങ്കിൽ ഓക്കെ, ഇവരെ വാക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ, അപ്പോൾ ഇവർ പറഞ്ഞ് എല്ലാവരും കൂടി പറഞ്ഞ് പോകണം, നമുക്ക് പുറത്തേനെ പോകാമെന്ന്. പക്ഷേ ടെൻഷൻ നമുക്കാണ്, വലിയ ടെൻഷനുണ്ട്. പോലീസ് പെർമിഷൻ തൊട്ട് പള്ളിയിൽ പെർമിഷൻ വാങ്ങിക്കണം, പിന്നെ ആൾക്കാരൊക്കെ സംഘടിപ്പിക്കണം, നോട്ടീസ് അടിക്കണം, പുറത്തു കൊണ്ടുപോകണം, വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ്, ഇത് നമുക്കൊന്ന് വിശ്വാസപ്രമാണം ചൊല്ലിക്കേ, നമുക്കൊന്ന് മാതാവിനോട് ചോദിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഒരു പേപ്പർ എടുത്ത് ഇവരെല്ലാവരും കൂടി വിശ്വാസപ്രമാണം ചൊല്ലി, അതിലെൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും വിശ്വാസപ്രമാണം ചൊല്ലി. ഞാനതിൽ 16 എന്ന് പറഞ്ഞ് എഴുതി വെച്ച് എന്നിട്ട് ടിക്ക് ചെയ്ത്, എന്നിട്ട് 17 ഒറ്റ നമ്പറും ആക്കി. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ്, ഈ 16 മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിർമ്മല കോളേജിൽ ഇരുന്ന് സെൻറ്റ് ആൻറ്റണീസ് ചർച്ച് വരെ ജപമാല റാലി കൊണ്ടുപോകും. ഒറ്റ നമ്പർ ഏത് പറഞ്ഞാലും, ഇല്ല വേറെ ഏത് നമ്പർ പറഞ്ഞാലും സ്കൂളിൻ്റെ അകത്ത് തന്നെ മതി, വലിയ ടെൻഷനില്ല, റിസ്ക്കില്ല. മഴ വന്നാലും ആൾക്കാരിക്ക് കയറി നിൽക്കുക അവിടെ, എന്നിട്ട് പെട്ടെന്ന് തീരുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ച്, ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന ആദ്യത്തെ ഞാൻ ആരെ കാണണോ അവരോട് നമ്പർ ചോദിക്കും, അവർ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണും പൂട്ടി വിശ്വാസപ്രമാണം എല്ലാവരും കൂടി ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാൻ കണ്ണും പൂട്ടി തുറക്കുമ്പോൾ ആദ്യം കാണുന്ന, ഇവിടെ ഇപ്പോൾ പാട്ടുപാടിയില്ല, ക്ലെമൻ്റാണ് ഉണ്ടായിരുന്നത്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്ലെമൻ്റിനോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു നമ്പർ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പറയുക 16 എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അമ്മ പറയിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അപ്പോൾ ഞാൻ ഇത് പേപ്പർ പിന്നെയാണ് കാണിച്ചത്, 16 ടിക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഞാൻ ബൈബിള് തുറന്ന് നോക്കുമ്പോൾ വചനം എഴുതി വെച്ചിരിക്കുക, അതിൽ ആ ദിവസം നിനക്ക് ദുരിതം ഒന്നും ഉണ്ടാകില്ല, ഞാൻ നിൻ്റെ കൂടെ നടക്കുമെന്ന് പറഞ്ഞ വചനമാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് പാലക്കാട് തൊട്ട് മൊത്തം മഴയായിരുന്നു അവിടെ എല്ലാം. ഞങ്ങൾ ഈ കോയമ്പത്തൂർ അതിൻ്റെ തലേദിവസം ആ സമയത്ത് തന്നെ ഇവിടെ ചോദിച്ച സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്, ചോദിച്ചറിയാൻ പറ്റും. തലേദിവസം ആ സമയത്ത് നല്ല മഴയാണ്, പക്ഷെ അന്നത്തെ ദിവസം മഴ ഉണ്ടായിരുന്നില്ല അവിടെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇതുപോലെ 1000 കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുക ചെയ്ത്, സിസ്റ്റർമാർ മാത്രം 10-200 പേര്. ഇതൊക്കെ അമ്മ കൊണ്ടുവന്നതാണ്, അമ്മ മാതാവ് കൊണ്ടുവന്നതാണ്. പിന്നെ 4 ഫാദേഴ്സാണ് അന്ന് കുർബാന അർപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ബോധ്യം ഉണ്ടാകണം, ഒരിക്കലും സംശയിക്കരുത്. നമ്മൾ ഈ പ്രശ്നത്തെക്കുറിച്ച്, നിങ്ങളുടെ സഹനത്തെക്കുറിച്ച് കൂടുതൽ ഉത്കണ്ഠപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ക്ലാസ് എൻ്റെ അതായിരുന്നു, ഉത്കണ്ഠയെക്കുറിച്ചായിരുന്നു. അപ്പോൾ സഹനത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. സഹനം ദൈവം അനുവദിച്ച് തരാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. സഹനം ദൈവമില്ല തരുന്നത്, പക്ഷെ ദൈവം അനുവദിച്ച് കൊടുക്കും. ഈ ശിഷ്യന്മാരുടെ കൂടെ ഈശോയും കൂടി ഉണ്ടായി, വഞ്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ കടലിൽ വെച്ചിട്ട് കൊടുങ്കാറ്റുണ്ടായി. ഈശോ എന്ത് എടുക്കുകയായിരുന്നു? ലൂക്ക 8-ാം അധ്യായം 24-25. ഈശോ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ശിഷ്യന്മാർ ഈശോനെ ഉണർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും, പേടിച്ചുണർത്തിയ കൊടുങ്കാറ്റ് അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം മരിക്കും എന്ന് വിചാരിച്ച ഈശോനെ ഉണർത്തുമ്പോൾ ഈശോ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. ഈശോ സാക്ഷിച്ച്, കൊടുങ്കാറ്റിനെ സാക്ഷിച്ച്, എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിച്ചത്, നിങ്ങളെ വിശ്വാസം എവിടെ? പ്രൈസ് ദി ലോർഡ്. കൊടുങ്കാറ്റിനെ സാക്ഷിക്കാൻ പറ്റുന്ന ആൾക്ക്
അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആൾക്ക് അതിനെ സൃഷ്ടിക്കാനും കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനെ സൃഷ്ടിച്ച ആൾക്ക് മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. കൊടുങ്കാറ്റ് നിങ്ങളുടെ സഹനമാണ്. സഹനത്തെ സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. അത് അനുവദിച്ചു കൊടുത്തത് ദൈവം തന്നെയാണ്. അതിനെ നിയന്ത്രിക്കാനും ദൈവത്തിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതെന്തിനാ തരുന്നത്? ഇത് പരീക്ഷയാണ്. ദൈവം നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും സഹനം തന്നിട്ട്, നിൻ്റെ വിശ്വാസം എവിടെ? പ്രൈസ് ദി ലോർഡ്. യാക്കോബ് 1-ാം അധ്യായം 12-ാം തിരുവചനം പറയുക, പരീക്ഷയെ കണ്ട് പേടിക്കരുത്, പരീക്ഷയെ അതിജീവിക്കുന്നവൻ ഭാഗ്യവാനാണ്. പ്രൈസ് ദി ലോർഡ്. സഹനം പരീക്ഷയാണ്. നിൻ്റെ ജീവിതത്തിലുള്ള സഹനം നിനക്കുള്ള കുറവുകളല്ല. സഹനം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പരീക്ഷ? സിലബസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ലോകത്തിൻ്റെ സുഖത്തെ ദൈവം എടുത്തു മാറ്റിയിട്ട് നിൻ്റെ കയ്യിൽ ശൂന്യത ഉണ്ടാക്കി തരും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവം ചോദിക്കും, അസുഖം ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ ചോദ്യം, നിൻ്റെ വിശ്വാസം എവിടെ? പ്രൈസ് ദി ലോർഡ്. എല്ലാ സഹനവും എന്ന് വെച്ചാൽ നിൻ്റെ എല്ലാ കുറവുകളും, അത് നിൻ്റെ സുഖത്തെ നഷ്ടപ്പെടുത്തുന്ന കുറവുകൾ. സഹനമെല്ലാം നിൻ്റെ സുഖത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് സഹനം. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ജീവിതത്തിലെ സുഖത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് സഹനം. അത് ദൈവം തരുന്നത്, ദൈവം അനുവദിച്ചു കൊടുക്കുന്നത്, അത് നിൻ്റെ പരീക്ഷയാണ്. അത് നീ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നീ അതിജീവിക്കുമ്പോൾ അതെങ്ങനെയാണ് അതിജീവിക്കേണ്ടത്? ദൈവത്തിൻ്റെ ചോദ്യം ഇതാണ്. സിലബസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ഇതാണ്. നിൻ്റെ കയ്യിൽ നിന്ന് സുഖത്തെ എടുത്ത് മാറ്റിയിട്ട് സുഖമെടുത്ത് മാറ്റും. സുഖം പോകുമ്പോൾ വിശ്വാസവും പോകും. അതാണ് പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ്? സിലബസിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ മനുഷ്യർക്ക് സഹനം വരുമ്പോൾ വിശ്വാസം പോകും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവം ഇതെന്തിനാണ് സഹനത്തെ തരിക? എൻ്റെ മക്കളെ തിരഞ്ഞെടുക്കാനാണ്. ദൈവ ജോലിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നീ 10ാം ക്ലാസ് ഫെയിലായിരിക്കും, 1ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ദൈവത്തിന് ഇവിടുത്തെ ഈ സ്റ്റാൻഡേർഡ്, ഈ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡൊന്നും വേണ്ട, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊന്നും വേണ്ട. എല്ലാവർക്കും ഒരേ ടെസ്റ്റാണ്. നീ IAS ആണെങ്കിലും നീ 1ാം ക്ലാസ് ആണെങ്കിലും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ്. സുഖത്തെ എടുത്തു മാറ്റും, സഹനത്തെ തരും, അനുവദിച്ച് തരും. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ്, എവിടെ നിൻ്റെ വിശ്വാസം? പ്രൈസ് ദി ലോർഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, സഹനം വന്നാൽ വിശ്വാസം പോകും. അപ്പോൾ ദൈവം പറയുന്നത് അതിജീവിക്കുന്ന എങ്ങനെയാണ്? സഹനം വരുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. നമ്മൾ എപ്പോഴും കരച്ചിലും ബഹളവും പ്രശ്നവും ഒക്കെയാണ്. ഒരു ചെറിയ സഹനം, ചെറുതോ വലുതോ എന്ത് വന്നാലും പ്രതീക്ഷിക്കാത്തതൊക്കെ വരുമ്പോഴാണ് അതിന് സഹനം എന്ന് പറയണത്. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സൂചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊന്ന് നമുക്കൊരു നെട്ടൽ കിട്ടുമ്പോൾ അത് ആ സുഖം പോയല്ലോ. പ്രതീക്ഷിക്കാതെ വരുന്നതാണ് സഹനങ്ങൾ. അത് തരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്, ക്വസ്റ്റ്യനാണ്, നിനക്ക് പരീക്ഷയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ആ പരീക്ഷ തന്നിരിക്കുന്നത് അതിൽ പാസ്സായി കഴിഞ്ഞാൽ നീ ദൈവത്തിൻ്റെ ജോലിക്കാരിയും ജോലിക്കാരനുമായിട്ട് മാറാം. ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം നമ്മളെ ലക്ഷ്യം അതായിരിക്കണം. ദൈവം എന്നെ പ്രയോജനപ്പെടുത്തണം. ദൈവത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് എന്താ പറയുക? ഉപകരണമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഉപകരണമായിട്ട് മാറണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന തമിഴും മലയാളവും കൂടി, അവിടെ തമിഴും അറിയും, ഇവിടെ മലയാളം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ഉപകരണമായിട്ട് മാറാൻ നമ്മൾ എപ്പോഴും നമ്മളെ ലക്ഷ്യമായിരിക്കണം. ഒരു പ്രാവശ്യം ഉപകരണമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയാൽ മതി. ദൈവത്തിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് അതായി കിട്ടണം. അത് നിങ്ങൾ എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു കഴിവുണ്ടാകില്ല. കുടുംബത്തിൽ നിങ്ങളെ കുറച്ച് ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പറയും, ഒറ്റപ്പെടുത്തും, നാണം കെടുത്തും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സമ്പത്തും ഉണ്ടാകില്ല. പക്ഷെ ദൈവത്തിന് അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം, എന്നെ ഉപകരണമാക്കണേ.
നിൻ്റെ ജോലിക്ക് വേണ്ടി എന്നെ തിരഞ്ഞെടുക്കണേ. നിൻ്റെ തിരുമനസ് എന്നിൽ നീ നടപ്പിലാക്കണേ. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊരു ചെറിയ അനുഭവം കൊണ്ട് അറിയാൻ പറ്റും. ഞാൻ പണ്ട് എങ്ങനെയാണ് വിശ്വാസം എവിടെയെന്ന് ദൈവം ഒരു ചോദ്യം പേപ്പർ ഉണ്ടാവും. അപ്പോൾ വിശ്വാസം കാണിച്ചു കൊടുക്കണം ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. അന്ന് ഇതൊന്നും എനിക്കറിയില്ല. അന്ന് ജ്ഞാനസാരമൊന്നും എടുക്കാത്ത കാലമാണ്. ഞാൻ അന്ന് ജോലിക്ക് കല്യാണത്തിന് മുമ്പാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അതാത് മാസം 10,000 രൂപ ശമ്പളമേ ഉള്ളൂ. ആ സമയത്താണ് എനിക്ക് എൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയായിരുന്നു. എപ്പോൾ പ്രാർത്ഥിച്ചാലും എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മാതാവിനോട്. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ അറിയാതെ എൻ്റെ വയറുന്ന ആദ്യം പറയാം, അമ്മയ്ക്കൊന്നും സംഭവിക്കരുത്, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണം. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, നന്മ നിറഞ്ഞ വരിയുമേ അറിയില്ല, സ്വർഗസ്നായ പിതാവ് അറിയില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മാതാവിൻ്റെ മുമ്പിൽ മുട്ടിപ്പേ ഇരിക്കുക അറിയാം, കൈ പൊക്കിയിരുന്ന് പ്രാർത്ഥിക്കുക അറിയാം. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ധ്യാനത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ മുട്ടിപ്പേ നിന്ന് എപ്പോൾ പോയാലും ഇങ്ങനെ കൈ പൊക്കിയാൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്.